വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മരിച്ചുപോയ കൊല്ലം സുധിച്ചേൻ്റെ മകൻ കിച്ചു ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പലരും ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല തെറ്റ് ചെയ്യുന്ന പല മനുഷ്യന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. തെറ്റുകളും ചെയ്യുന്ന പല ആളുകളും നമുക്ക് ചുറ്റും നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അതിൽ മോഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ളതോ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ എന്ത് തെറ്റുകളായി കഴിഞ്ഞാലും തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല എന്ന് പറഞ്ഞ് എല്ലാ തെറ്റുകളും എല്ലാവരോടും ഓർക്കാനും ക്ഷമിക്കാനും പോട്ടെ എന്ന് വയ്ക്കാനും പറ്റാത്ത തെറ്റുകളും ഉണ്ട്. അത് ഒരു സൈഡിൽ. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ ഒരാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അത് തിരുത്തി, അപ്പോൾ തന്നെ സുഹൃത്തുക്കൾ അതിൽ ഇൻക്ലൂഡായി, അവർ തന്നെ അത് തിരുത്തി കൊടുത്തു, പുതിയൊരു മനുഷ്യനായി പുതിയൊരു ലൈഫിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ തെറ്റുകളെല്ലാം തിരുത്തി നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, ആ പയ്യൻ അതിൽ പറയുന്ന കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ ആ ഒരു വീഡിയോ കാണുന്നത് വരെയും ഞാനും നമ്മുടെ മനസ്സിലിപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു മീഡിയ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ കണ്ട് ഭയങ്കര അസാധ്യപ്പെടുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എത്ര ഭയങ്കരമായിട്ട് ഞാൻ പുറത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബാക്ക്ഗ്രൗണ്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊന്ന് ക്ഷമിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പയ്യൻ അതിൽ പറയുന്നുണ്ട്, ഈ ചുറ്റും ഉള്ള സമൂഹം നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മീഡിയ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവരും അറിയും. അത് എല്ലാ പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിൽ ഫുൾ അത് എല്ലാവരും അറിയുന്ന രീതിയിലാവും. അത് പബ്ലിക്കായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ അറിയാൻ വേഗം പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവനൊരു തെറ്റ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫ് സ്റ്റോറി അതിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ്. അത് കുഞ്ഞു കാലം മുതൽ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്റ്റേജ് വരെയും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള, ഒരിക്കലും ഒരു സ്നേഹം കിട്ടാത്ത, സുധിച്ചേൻ്റെ കാര്യം പറയുന്നുണ്ട്, അത്രയും സ്നേഹം കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും എവിടേക്കൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ് കിച്ചുവിൻ്റെ ലൈഫ്. നമ്മൾ അതിൽ കേട്ടിടത്തോളം അത് ഒരിക്കലും അത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളമാണെന്നോ തോന്നുന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും ജെനുവിനായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത്രയും അനുഭവിച്ചിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു പോയാൽ പോലും തെറ്റ് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഡ്രഗ്സ് ഒരിക്കലും നമുക്ക് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഒരു ഡ്രഗ്സ്, അല്ലെങ്കിൽ വേറൊരാളെ മൃഗീയമായി ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിൽ പോലും ആ ഒരു ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ്. അപ്പോൾ ആ ഒരു തെറ്റ് ജീവിതത്തിൽ ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി, ഒരു തവണ ഒരു തെറ്റ് ചെയ്തു, അത് തിരുത്തി നല്ലൊരു ആളായിട്ട് ജീവിക്കുന്നുണ്ട്. അത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ മനസ്സ് മാറി നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പോലും ഒരു ഒരു നല്ല കാര്യമല്ലേ, അത്രയും നല്ല കാര്യമല്ലേ അതിൽ നിന്ന് പുറത്ത് വരാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കള്ളൻ എന്ന് പേര് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മോഷണം കണ്ടു കഴിഞ്ഞാൽ, ഒരു കള്ളൻ എന്ന് മുദ്ര കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൊലപാതകി ഒരാളെ സാഹചര്യം കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയാൽ പോലും അങ്ങനെ ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതകാലത്ത് മാറത്തില്ല, അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഇതും. ഇങ്ങനെ ഒരു കാര്യം തെറ്റ് ചെയ്തു, അത് എല്ലാവരും അറിഞ്ഞു. ഇനി ആ ഒരു പേര് അപ്പോൾ കൂട്ടുകാരുടെ അമ്മമാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. അത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കില്ല, മറ്റു പല കാരണങ്ങൾ, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളും അല്ല. അപ്പോൾ ഈ ഒരു കാര്യം പറയണം എന്ന് എനിക്ക് തോന്നി. കാരണം അതിൽ നിന്നും പുറത്ത് വന്ന ഒരാളെ ഒരിക്കലും ആ ഒരു തെറ്റ് തിരുത്തി നല്ല രീതിയിൽ ജീവിക്കുന്ന ആളെ വീണ്ടും നമ്മളായിട്ട്, അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്ന നമ്മൾ അടങ്ങുന്ന ഈ ഒരു സമൂഹം ഒരിക്കലും ഒറ്റപ്പെടുത്താനോ വീണ്ടും അങ്ങനെ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താനോ ദയവ് ചെയ്ത് ശ്രമിക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഈ ഒരു ഏജിലെന്നല്ല, ഇനിയിപ്പോൾ എത്ര ഏജ് കൂടിയ ആളാണെങ്കിലും എത്ര ഏജ് കുറഞ്ഞ ആളാണെങ്കിൽ പോലും അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് അവർ ഏറ്റു പറയുന്നുണ്ട്. അതും ക്ഷമിക്കാൻ അല്ലെങ്കിൽ പൊറുക്കാൻ പറ്റുന്ന തെറ്റാണെങ്കിൽ അത് ആൾ തിരുത്തി മനസ്സിലായിട്ടുണ്ട്, അത് തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അത് ചെയ്യുന്നില്ല, ആവർത്തിക്കുന്നില്ല, നല്ലൊരു ലൈഫ്, നല്ലൊരു സ്വഭാവമുള്ള ഒരാളായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അടങ്ങുന്ന ഒരു സമൂഹം വീണ്ടും അങ്ങനൊരു പേര്, അങ്ങനെ മുദ്ര കുത്തി കൊടുക്കാതിരിക്കുക. നന്നായിട്ട് ജീവിക്കട്ടെ. അതിനിപ്പോൾ ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഒരു തെറ്റ് ആണ് പറ്റിയത്, വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ അത് തിരുത്തി നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്, അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും നമ്മളായിട്ട് വീണ്ടും അവരെ അതിൽ തന്നെ ഇങ്ങനെ ആ ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞ് വലിച്ച് താഴെ ഇടാതെ അവരെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം, വലിയൊരു കാര്യമായിരിക്കും. അത് തീർച്ചയായിട്ടും ആരുടെ കാര്യമാണെങ്കിൽ പോലും. ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. കാരണം അങ്ങനൊരു സ്റ്റേജിലാണ്, അത്രയും ഡിപ്രഷൻ, അല്ലെങ്കിൽ ഒരു
മനസ്സിന് ഒരു എന്താ പറയാൻ മനസ്സ് കൈവിട്ട് പോയ രീതിയിലാണ് കുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ആ ഒരു മൈൻഡിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൗൺസിലിങ്ങോ അങ്ങനെ എന്തെടുത്തു കഴിഞ്ഞാലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അതിന് ഒരു കൗൺസിലിംഗ് കൂടെ എടുത്തിട്ട് അവരൊരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും എല്ലാം. അപ്പോൾ അവരുടെ ആ ഒരു കെയർ കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടെ ഒത്തിരി ബെറ്റർ ആകും എന്ന് എനിക്ക് സംസാരം കേട്ടപ്പോഴും അങ്ങനെ തോന്നി, അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ പലരും ഈ ഒരു മീഡിയയ്ക്ക് മുന്നിലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിനായാലും അല്ലെങ്കിൽ കുറേ നീലക്കുയിൽ അതുപോലെയുള്ള എല്ലാവരും ഇങ്ങനെ മൈക്കും തൂക്കി പുറകെ നടക്കുമ്പോൾ കാണുന്ന അഭിനയങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഫോൺ ചെയ്യുക, വിളിക്കുക, മോനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അമ്മയുടെ കുട്ട ചക്കരമുത്ത എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുവാണ്, അപ്പോൾ എത്രയോ പേരിങ്ങനെ പറയുന്നതെല്ലാം ഫുൾ ഫേക്ക് ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ നമുക്കത് കാണുമ്പോൾ തന്നെ എന്തായാലും അറിയാം. അങ്ങനെ വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിട്ട് സംസാരിക്കുന്നതല്ല എന്ന് ആ ഒരു ഇളയ കുട്ടിയോട് പല മീഡിയയ്ക്ക് മുന്നിൽ വെച്ച് സംസാരിക്കുന്നത് കാണുമ്പോഴും മനസ്സിലായി ആ കുട്ടി മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇത് നമുക്ക് വെറുതെ കണ്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് ഇത്രയും കാലം കൊണ്ട് നമ്മൾ കാണുവാണ്. ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാനൊരു കാര്യം കൺഫേം ചെയ്തത്. പലവട്ടം തോന്നിയിട്ടുണ്ട് ഇതൊരു ആക്ട് ചെയ്യുന്നതാണോ, മീഡിയയ്ക്ക് മുന്നിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ആക്ട് ചെയ്യുന്നതാണോ എന്ന് പലതവണ തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് ഒരിക്കലും നമ്മൾ അറിയാതെ ഒരു വ്യക്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ പറയത്തില്ല. അപ്പോൾ ഇന്നലെ കിച്ചുവിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റോറി കണ്ടപ്പോഴാണ് അത് കൺഫേം ആയത്. ഈ കാണിക്കുന്ന പ്രഹസനങ്ങളൊക്കെ മീഡിയയ്ക്ക് മുന്നിലും അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ നല്ല ആളായിട്ട് കാണിക്കാനും കുട്ടികളോട് ഭയങ്കര സ്നേഹമാണെന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോലും കുട്ടികളെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല, അവരെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സങ്കടം കൊണ്ടാണ് പുറത്തിറങ്ങിയതെന്നാണ് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇന്നലെ കിച്ചുവിൻ്റെ വീഡിയോ കണ്ടപ്പോഴേക്കും അത് കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും അവർ തമ്മിലില്ല. ഒരു സ്നേഹവും അവർ ആദ്യകാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്നേഹവും അറ്റാച്ച്മെൻറ്റും അടുപ്പം അവർ തമ്മിൽ ഇല്ല എന്നുള്ള കാര്യം, ഒരു കെയറിങ്ങോ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അച്ഛൻ പോയതിന് ശേഷം അവൻ അത്രയും ഒറ്റപ്പെട്ട് മനസ്സ് കൈവിട്ട് പോയ സമയത്ത് ഡ്രഗ്സിന് അഡിക്റ്റ് ആയതിന് പോലും ഒരു കാരണം ഈ പുള്ളിക്കാരിയാണെന്ന് നമുക്കതിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പുതിയ ജീവിതത്തിലേക്ക് എല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി പുതിയ ജീവിതത്തിലേക്ക് കിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ ആ സ്ഥാനത്ത് അങ്ങനെ ചെയ്യുന്ന ആരെ ആയിക്കഴിഞ്ഞാലും വീണ്ടും അവർക്ക് അങ്ങനെ ഒരു പേര് അവർക്ക് കൊടുത്ത് വീണ്ടും അവരെ ജീവിതം നശിപ്പിച്ച് അവരെ തെറ്റുകളിലേക്ക് വീണ്ടും നമ്മളായിട്ട് ഒരിക്കലും നമ്മളടങ്ങുന്ന ഈ ഒരു സമൂഹം ഒരിക്കലും അതിലേക്ക് വീണ്ടും തള്ളിവിടാതിരിക്കാൻ വേണ്ടി ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. അങ്ങനെ നല്ലതായിട്ട് തെറ്റ് മനസ്സിലാക്കി വന്ന ആളിനെ നമ്മൾ ചേർത്ത് നിർത്തുക, കൈപിടിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. അവർ നന്നായിട്ട് ജീവിച്ചോട്ടെ, എല്ലാവരും നല്ലതായിട്ട് ജീവിച്ചോട്ടെ, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന ഈ മീഡിയയ്ക്ക് മുന്നിൽ എടുത്ത് കോൾ ചെയ്യുന്നതും ചക്കര ഉമ്മ കൊടുക്കുന്നതും മോനെ അങ്ങനെയാണ് കിച്ചു മോനെ അത് ഇതെന്നൊക്കെ പറയുന്നതൊക്കെ ഇതുപോലെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഷോർട്സിലും വീഡിയോസിലും ഒക്കെ കാണുന്നത് കണ്ടിട്ട് ഒരിക്കലും ആരുടെയും ലൈഫ് അയ്യോ നമ്മുടെ ലൈഫ് ഹാപ്പി അല്ല, നമ്മുടെ ലൈഫ് ഓക്കെ അല്ല, അവരെത്ര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, അവരുടെ ലൈഫ് അതുപോലെ വേണം ജീവിക്കാനെന്ന് ഒരിക്കലും നിങ്ങൾ എത്ര ഹാപ്പി ആയിട്ടുള്ള എങ്ങനെയുള്ള ആരെ കണ്ടിട്ടാണെങ്കിലും ഒരിക്കലും നിങ്ങളൊരു 5 മിനിറ്റോ 3 മിനിറ്റോ കണ്ടിട്ട് ഒരിക്കലും ലൈഫ് വിലയിരുത്തരുത്. അവരെ പോലെ ആകണമെന്ന് എപ്പോഴും എല്ലാവരും ഹാപ്പിനെസ്സും നല്ല കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും, അത് മാത്രമായിരിക്കും അങ്ങനെ കാണിക്കണമെന്ന് ഉദ്ദേശമുള്ളവരായിരിക്കും പലരും വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നതാണെങ്കിലും എൻ്റെ സന്തോഷങ്ങളും നല്ല കാര്യങ്ങളും ഹാപ്പി മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. അല്ലാതെ വീട്ടിൽ അടിയും വഴക്കും എന്ന് പറഞ്ഞ് വീട്ടിലൊന്നും അടിയും വഴക്കും ആണെന്നല്ല ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ആരുടെ കാര്യമായിട്ടെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അടിയോ വഴക്കോ പിണക്കങ്ങളോ എൻ്റെ സങ്കടങ്ങളോ ഒന്നും ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കാറില്ല. സന്തോഷം മാത്രം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് 5 മിനിറ്റാണോ? അല്ല. അപ്പോൾ അത് മാത്രമേ നിങ്ങൾ മുന്നിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി അതല്ലാണ്ടും നമുക്ക് ലൈഫുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്നവരെക്കാളും അവരുടെ ലൈഫിനേക്കാളും എത്രയോ അടിപൊളിയായിരിക്കും നിങ്ങളുടെ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്ത് അയ്യോ നമുക്കങ്ങനെ ഇല്ലല്ലോ ഇങ്ങനെ ഇല്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്നേഹവും പരിഗണനയും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ തൃപ്തരായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ലൈഫ് എന്ന് പറയുന്നത്. പലരും ഈ ഒരു സത്യം പല്ലി തിളച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് പലരും ഇതിനെ മീഡിയയ്ക്ക് മുന്നിൽ ആളുകളുടെ മുന്നിൽ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടി പല നാടകങ്ങളും അഭിനയങ്ങളും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നവരും വീട്ടിലെ പ്രശ്നങ്ങൾ കാണിക്കുന്നവരും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫായിട്ടുള്ള വഴക്കും പിണക്കങ്ങളും അല്ലെങ്കിൽ വീട്ടിൽ കരയുന്നതൊക്കെ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരല്ല ഉദ്ദേശിച്ചത്, ഞാൻ നമ്മളെപ്പോലെ ഉള്ളവരെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളവരും ഉണ്ട്. അത് ആകുമ്പോൾ കുറച്ചും കൂടെ റീച്ച് കിട്ടും. അതായത് നമ്മളിങ്ങനെ ജെനുവിനായിട്ട് വീഡിയോ ചെയ്യുന്നവരെക്കാളും കുറച്ചും കൂടെ റീച്ച് കിട്ടും. ഇതിങ്ങനെ മനഃപൂർവ്വം വീട്ടിലെ കുടുംബകാര്യങ്ങളിട്ട് മനഃപൂർവ്വം റീച്ചിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള റീച്ചായിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അല്ലാതെ ഈ ഹാപ്പിനെസ് മാത്രം കാണിക്കുന്നവരെ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതുപോലെ ചുമയാണ്
അതുപോലെ എൻ്റെ ലൈഫ് ഇല്ലല്ലോ, അങ്ങനെ ഇല്ലല്ലോ, ഇങ്ങനെ ഇല്ലല്ലോ എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അത്യാവശ്യം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചുറ്റുമുള്ളവർ അത്യാവശ്യം സന്തോഷം തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് നന്നായിട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഒരു തവണ ആ കുട്ടിക്ക് അങ്ങനെ ഒരു പേര് വന്നതുകൊണ്ട് ആ കണ്ണുകൊണ്ടായിരിക്കും എല്ലാവരും കാണുന്നത്. ഞാനടക്കം ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോൾ വരെയും ഇങ്ങനെ അവൻ്റെ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഫസ്റ്റ് മനസ്സിൽ ഓടി വരുന്ന കാര്യം ആ ഒരു കാര്യം തന്നെയാണ്, ഡ്രഗ്സിൻ്റെ കാര്യം തന്നെയാണ്. നമ്മളങ്ങനെ ഒരു ഇഷ്യൂ ആർക്കായി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് മനസ്സിൽ അതേ വരത്തുള്ളൂ. ഒരു തവണ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ആ ഒരു കണ്ണിലേ കാണത്തുള്ളൂ. അപ്പോൾ ഇന്നലത്തെ ആ വീഡിയോ കണ്ടതോടുകൂടി ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും ആ ഒരു കാര്യം എടുത്ത് കളഞ്ഞു. ഇനി ഒരിക്കലും അങ്ങനെ ആ പയ്യനെ കാണുമ്പോൾ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാനേ പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്തു പോയാൽ ശരിയാണ്, എല്ലാവരും അങ്ങനെ കാണത്തുള്ളൂ. അപ്പോൾ ഇനി എങ്കിലും ഒരിക്കലും അങ്ങനെയുള്ളവരെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തുക, നമ്മൾ കൈപിടിച്ച് അവരെയും കൂടെ ഉയർത്തി കൊണ്ടുവരിക. ഒരിക്കലും അവരെ ഇങ്ങനെ അടിച്ച് താഴ്ത്താൻ വേണ്ടി ശ്രമിക്കരുത്. അപ്പോൾ ആ പുള്ളിയുടെ ജീവിത സാഹചര്യങ്ങളും ഇത്രയും പ്രശ്നങ്ങളും സ്നേഹം കൊടുക്കാനോ ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ടും കൂടെയുള്ള ആ ഒരു സ്ത്രീയുടെ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ടും അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ എന്തെങ്കിലും മെൻ്റലി ഉള്ള സപ്പോർട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് അതുപോലെയുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ ബെറ്ററായിരിക്കും. അത് ആവശ്യമുണ്ടെന്നൊന്നും. അത്രയും ഡിപ്രഷൻ, അത്രയും വിഷമ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആരോടും ഒന്ന് തുറന്ന് പറ സംസാരിക്കാൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് പുള്ളിക്കാരൻ വിഷമിച്ച്. അപ്പോൾ അതുകൊണ്ട് കൗൺസിലിംഗ് അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം, ഒരു ഹെൽപ്പ് തേടുക എന്ന് ഞാൻ പറയുന്നു. ഒരിക്കലും ഇത് കാണാൻ പോകുന്നില്ല, എന്നാൽ പോലും ഞാൻ വീഡിയോയിലൂടെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഖവരയ്ക്ക് എടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.